പാട്രിയറ്റ് ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല, ഉച്ചക്കത്തെ ഷോ ആണ് കണ്ടത്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഇവർ 4 പേരും കൂടെ സിനിമയ്ക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈപ്പാണ്. ഇതൊക്കെ നോർമലി സംഭവിക്കുന്നൊരു കാര്യമാണ്, അല്ലാതെ ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവർ 4 പേരും കൂടെ സിനിമയിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈപ്പാണ്. പടത്തിലേക്ക് വന്നാൽ പടം തുടങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് സിനിമയുടെ ഒരു കഥാഗതിയും ഈ സിനിമ ഇനി എങ്ങോട്ട് പോകുമെന്നും ഇനി മാക്സിമം സംഭവിച്ചാൽ എന്തുവരെ സംഭവിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പിടികിട്ടുന്നുണ്ട്. അതിനുശേഷം ഒരു ഇൻ്റർവെൽ വരെ എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടോറിയൽ സിഗ്നേച്ചറൊക്കെ കാണിച്ചതുപോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. അതായത് മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ ഒരു ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടിയതുപോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട ഒരു ഇൻ്റർവെൽ ബ്ലോക്കിലേക്കൊക്കെ പടം കൊണ്ട് നിർത്തി. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇതിന് ശേഷം എന്തൊക്കെയോ സംഭവിക്കാൻ പോകണമെന്നൊരു ഫീല് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുമല്ലോ, നമ്മൾ ഫാൻസ് എന്ന രീതിയിൽ. അല്ല, സിനിമയിൽ അങ്ങനെ ഇനിയൊരു വലിയ സംഭവം വരാൻ പോകണമെന്നുള്ള പരിപാടികളൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഒരു ഫാൻ എന്ന രീതിയിൽ നമുക്കിങ്ങനെ കുറേ ചിന്താഗതികളൊക്കെ വരും. പക്ഷേ ഇൻ്റർവെലിന് ശേഷം സിനിമ ടോട്ടലി കയ്യിൽ നിന്ന് പോയതുപോലെയാണ് തോന്നിയത്. കുറച്ച് നേരം ഭയങ്കര എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്ത് വേറൊരു മൂഡ് പിടിച്ച് സിനിമ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇൻ്റർവെലിന് ശേഷം നേരെ ഒരു ലോക്കൽ ഒരു മസാല മൂവി തീർക്കുന്ന രീതിയിലുള്ള കാർ ചേസും ഗൺ ഫൈറ്റും, പിന്നെ 2 പേര് തമ്മിൽ സ്റ്റണ്ട് നടന്നിട്ടില്ല എന്ന് അവരെയും കൂടെ സ്റ്റണ്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന പരിപാടികളും ഒക്കെ ആയിട്ട് ടോട്ടലി കയ്യിൽ നിന്ന് പോയെന്ന് പറയാം. മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞാൽ പുള്ളി ഓക്കെയാണ്. പുള്ളിയുടെ ഹെൽത്ത് വൈസ് മോശമായിരുന്ന സമയത്ത് ആണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിലും അങ്ങനെ ഒരു കഥാപാത്രം കുറച്ച് വീക്കായിട്ട് ആണ് അവസാന സമയത്തൊക്കെ മമ്മൂക്കനെ കാണിക്കുന്നത്. അപ്പം അത് പുള്ളി മാനേജ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. മോഹൻലാൽ, പുള്ളീനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുള്ളിയൊന്നും ആവശ്യമില്ലാത്ത ഒരു കഥാപാത്രമായിട്ട് ഇതായിട്ട് എനിക്ക് തോന്നി. ഈ മമ്മൂട്ടി കുറേ നാൾക്ക് ശേഷം വിളിച്ചപ്പോൾ വന്ന് ചെയ്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഫഹദ് ആസ് യൂഷ്വൽ കിടന്ന് ബഹളം വെക്കുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളി സാധനം. പകുതി പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല. സിനിമയിൽ തന്നെ ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇയാളുടെ സ്റ്റാഫിന് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ പുള്ളി അഭിനയിച്ചും എടുത്തും കാണിച്ചു കൊടുക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ കുഞ്ചാക്കോൻ്റെ കഥാപാത്രത്തിനും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അങ്ങനെ മൊത്തത്തിൽ എന്തോ ഒക്കെയോ മിസ്സായിട്ടുള്ള, എന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അതായത് സിനിമാറ്റോഗ്രാഫിയിലും മ്യൂസിക്കിലും ഒക്കെ കിടന്ന് ഒരു പരമാവധി പരിപാടികളൊക്കെ കാണിച്ചൊരു നല്ല സിനിമ ഉണ്ടാക്കാൻ ശ്രമം ഉണ്ടായതല്ലാതെ എനിക്ക് ഒരു മോശം സിനിമ അനുഭവമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സുഷിൻ്റെ മ്യൂസിക് മാത്രമാണെന്ന് ഒരു സമാധാനം ഉണ്ടായിരുന്നത്. ഈ സ്റ്റണ്ടിൻ്റെ കാര്യത്തിലൊക്കെ വരുവാണെങ്കിലുണ്ടല്ലോ, കാണിക്കുന്നില്ല. ഒരു ഫ്ലൈറ്റിൽ കിടന്നുള്ള, അതായത് ഒരു ഫ്ലൈറ്റിനകത്തുള്ള ഒരു സ്റ്റണ്ട് പരിപാടികൾ കാണിക്കുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല. അവർ എന്തൊക്കെ എടുത്ത് എങ്ങോട്ടൊക്കെ വെക്കുന്നു, ഇടിക്കുന്നു, പിടിക്കുന്നു എന്നുള്ള കാണിക്കുന്ന എല്ലാ രീതിയിലുള്ള ഒരു ഗിമിക്ക് സ്റ്റണ്ട് പരിപാടികളും, അത് തന്നെ ഒരു ലിഫ്റ്റിൽ കിടന്നുള്ള പരിപാടികൾക്കും ഒരു ഗിമിക്ക് പരിപാടികളൊക്കെ ആയിട്ട് കാണിച്ച് മൊത്തത്തിൽ എന്താണെന്ന് പറയുക, പല സ്ഥലങ്ങളിലും കയ്യിൽ നിന്ന് പോയി. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പുള്ളി ഇത് പിടിച്ചു നിർത്തി. കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കാൻ പറ്റാതെ പോയ ഒരു പാഴ്ശ്രമം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഒരു മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷനിൽ വരുന്ന ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു വെൽക്കം എന്തായാലും ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട് പറഞ്ഞാൽ, നമുക്ക് ചെറിയ പടങ്ങളൊക്കെ മതി തന്നെ. നമുക്കിതിന് വലിയ ബ്രഹ്മാണ്ഡ സിനിമകളൊന്നും കാണണമെന്നും നിർബന്ധമൊന്നുമില്ല. നമ്മളിതേപോലെ മോഹിനിയാട്ടവും വാഴയെ പോലത്തെ സിനിമകളൊക്കെ കണ്ട് ഇടയ്ക്ക് അത്യാവശ്യം ചെറിയ ത്രില്ലറുകളും ചെറിയ സസ്പെൻസ് പടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പൊക്കോളാം. ഇങ്ങനെ വലിയ ബ്രഹ്മാണ്ഡ സിനിമകളായിട്ടൊന്നും ഞങ്ങൾക്ക് തരണ്ട. അപ്പം ഓക്കെ.